ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു കുട്ടി മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ഒരു ചിക്കൻ കറി ടോപ്പാണ് വെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് പറ്റിയൊരു കുട്ടി മേക്കപ്പ് നമുക്ക് ചെയ്യാവേ. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന നല്ലൊരു മോയ്സ്ചറൈസർ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ഫേസ് നല്ല ഹൈഡ്രേറ്റ് ആയിരിക്കണം. അതിനുശേഷം നമ്മൾ നല്ലൊരു സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാര്യം നമ്മൾ എപ്പോഴും ഇപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിലും മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിലൊക്കെ നമ്മൾ എപ്പോഴും വെയർ ചെയ്യേണ്ട ഒരു സാധനമാണ് കേട്ടോ ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ലിപ്പിൽ കുറച്ച് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ എന്നിട്ട് ഇതൊന്ന് തുടച്ച് കളയാനേ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പ്രൈമർ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പ്രൈമർ അധികം ലോങ് ലാസ്റ്റിംഗ് അല്ല കേട്ടോ. ഇതൊരു ഇൻസൈറ്റിൻ്റെ പ്രൈമറാണ്. പക്ഷേ എനിക്കിത് വലിയ നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം ഒരുപാട് നേരം മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ ഇതിട്ടിട്ടും. പിന്നെ ഞാനൊരു പ്രൈമർ ഇട്ട് എല്ലായിടും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫൗണ്ടേഷൻ എടുത്ത് ഡോട്ടായിട്ട് നമ്മുടെ ഫേസിൽ ഫുള്ള് ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ എല്ലായിടത്തും നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബ്രഷ് വെച്ചോ ഇല്ലേ സ്പോഞ്ച് വെച്ചോ ഇല്ലേ കൈ വെച്ച് വേണമെങ്കിലും ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്രഷ് വെച്ചാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ സ്കിന്നുമായിട്ട് അത് നന്നായി ബ്ലെൻഡായി പോകണം. എങ്കിൽ മാത്രമേ അത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുള്ളൂ. അത് മാത്രമല്ല, ഇല്ലെങ്കിൽ നമുക്കൊരു കേക്കി ലുക്കും കൂടെ തോന്നും കേട്ടോ. അതുകൊണ്ട് നന്നായി നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എനിക്ക് കുറച്ചൊരു വൈറ്റ്നസ് നിൽക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഫൗണ്ടേഷൻ ഓക്സിഡൈസായി പോകുന്ന ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും ഇതെൻ്റെ സ്കിൻ ടോൺ കളറുമായിട്ട് ബ്ലെൻഡായി പോകുവേ. അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കൺസീലർ ഞാൻ താഴത്തൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ മുകളിൽ കൺസീലർ ഇച്ചിരി ലൈറ്റർ ഷെയ്ഡാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാര്യം നമ്മൾ അതിൻ്റെ മുകളിൽ എപ്പോഴും ഒരു ലൈറ്റർ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഐ ഷാഡോ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിട്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ കണ്ണിൻ്റെ താഴെ ഭാഗത്ത് ഒരിക്കലും അങ്ങനെ ഇടരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് തോന്നുകയും. അതുകൊണ്ട് നമ്മൾ കണ്ണിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ. പിന്നെ ഞാൻ നല്ലോണം പിരിക നന്നായിട്ട് കോമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പൗഡർ ടൈപ്പ് വരുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഡിഫറൻസ് മനസ്സിലാവും. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫില്ലായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ ഒരു കണ്ണിൻ്റെ മുകളിൽ ഫസ്റ്റ് നമ്മളൊരു പൗഡർ ടച്ചിന് വേണ്ടിയിട്ട് ഒരു ക്രീം കളറിൽ തന്നെ വരുന്നത് കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫേസിൽ കുറച്ച് പൗഡർ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കണ്ണിൻ്റെ താഴെ ഭാഗത്തും പിന്നെ ഈ ഒരു ചീക്കിൻ്റെ താഴെ ഭാഗത്തുമായിട്ട് കുറച്ചിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊരു 2-3 സെക്കൻഡ് അങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ തട്ടിക്കളയുകയാണെങ്കിൽ അത്യാവശ്യം അവിടുത്തെ ഭാഗം നല്ലോണം മാറ്റ് ലുക്കിലിരിക്കും കേട്ടോ. ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്യില്ല. എന്നാൽ നമ്മുടെ കണ്ണിനടിഭാഗം പെട്ടെന്ന് തന്നെ ഇങ്ങനെ എന്താ പറയുക ഓയിലൊന്നും പ്രൊഡ്യൂസ് ചെയ്ത് ഭയങ്കരമായിട്ട് കേക്കി ആകുകയില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അതിനുശേഷം ഞാനൊരു ബ്ലാക്ക് ഐ ഷാഡോ കൊണ്ടിട്ട് നമ്മളൊരു സ്മോക്കി ഐസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കണ്ണിൻ്റെ മേൽഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നന്നായിട്ട് ഐലാഷസ് കേൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഈ ഒരു കളർ വെച്ച് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെ തന്നെ ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാൻ നന്നായിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസ്കാര നമ്മൾ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഡിഫറൻസ് കണ്ണിന് വരുന്നതായിരിക്കുമേ. അപ്പോൾ ഞാൻ നല്ലൊരു മസ്കാര തന്നെ നല്ല രീതിക്ക് ഒരു 2-3 കോട്ടിങ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കാജൽ വെച്ച് കണ്ണെഴുതിയതിന് ശേഷം ചെറുതായിട്ടൊരു വാലിട്ടും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നല്ലൊരു ഡിഫറൻസ് വരും. നിങ്ങൾക്ക് കണ്ണ് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഇപ്പോൾ ചെറിയ കണ്ണൊക്കെയാണ് കുറച്ച് നല്ല വലുതായിട്ട് തോന്നുകയും. അതിനുശേഷം നമ്മൾ ലിപ്പിൽ നിന്ന് നമ്മൾ ആ ഒരു ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ലിപ് ബാം ഒന്ന് തുടച്ച് കളയണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഈ ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് ലിപ്പ് ലൈനർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ലിപ്പ് ലൈനർ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലിപ്പ് നല്ല ഷേപ്പായിട്ടിരിക്കും കേട്ടോ. അത്യാവശ്യം നല്ല ലിപ്പായിട്ട് വലുതായിട്ട് തോന്നിക്കുകയും ചെയ്യും. ചെറിയ ലിപ്പൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ വലിപ്പം തോന്നും. പിന്നെ ഞാൻ നല്ലൊരു ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതൊരു സ്റ്റേസിൻ്റെ ലിപ്സ്റ്റിക്കാണ്. നല്ല ലിപ്സ്റ്റിക്കാണ്. ഒരുപാട് നേരം ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ കമ്മൽ ഏത് വേണമെന്ന് ഇട്ട് നോക്കുകയാണെങ്കിൽ അത് ഞാനൊരു വലിയ കമ്മൽ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഈ ഒരു ചെറിയ കമ്മലും കൂടി ഇട്ട് നോക്കി കേട്ടോ. അപ്പോൾ എനിക്ക് ആ ചെറിയ കമ്മലാണ് ഇഷ്ടപ്പെട്ടത്. എന്നിട്ട് ഞാൻ ആ ചെറിയ കമ്മലാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ മുടിയും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് അഴിച്ചിട്ട് നോക്കിയപ്പോൾ ആ കമ്മൽ അങ്ങനെ കാണുന്നില്ല കേട്ടോ. പക്ഷേ നല്ല രസമുണ്ട്. എനിക്ക് ആദ്യം ഇതാണ് ഇഷ്ടപ്പെട്ടത്. അതിനുശേഷം ഞാൻ വിചാരിച്ചു ഒന്ന് കെട്ടി വെച്ച് കൂടെ നോക്കാമെന്ന്. എന്നിട്ട് ഞാൻ അങ്ങനെ ഒന്ന് കെട്ടി വെക്കാൻ വേണ്ടിയിട്ടും കൂടെ നോക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ കരുതി പോണിറ്റെയിൽ കെട്ടിയാലോന്ന്. പിന്നെ എനിക്ക് ഇതിൻ്റെ കൂടെ പോണിറ്റെയിൽ ചേരാത്ത പോലെ തോന്നി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ കെട്ടി നോക്കി. പിന്നെ ഞാൻ ഇത് കണക്കൊന്ന് പിന്നെ ഇട്ടിട്ട് ഫ്രണ്ടിൽ കുറച്ച് ഹെയർ ഇട്ട് നോക്കി കേട്ടോ. അതിനുശേഷം ഞാൻ പിന്നെയും ബാക്കിൽ പോണി കിട്ടിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇട്ട് നോക്കിയപ്പോൾ അത് വലിയ കുഴപ്പം തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കണക്ക് തന്നെ കമൻറ്റ് ചെയ്യുക.